മറ്റൊന്ന് തിരുവനന്തപുരത്ത് വർക്കലയിലെ നിന്ന് വന്ന ഒരു വാർത്തയാണ്. സ്വകാര്യ ബസ്സിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച യുവാവ് പിടിയിൽ. തെലങ്കാന സ്വദേശി രാഹുലാണ് അയിരൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇന്നലെയാണ് സംഭവമുണ്ടായത്. വീഡിയോ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വിദ്യാർത്ഥിനി മാതാവിനെ വിവരമറിയിക്കുകയായിരുന്നു. തച്ചോട് ഭാഗത്ത് വെച്ച് നാട്ടുകാരുടെ സഹായത്തോടെ ബസ് തടഞ്ഞ് പോലീസ് യുവാവിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ദൃശ്യങ്ങൾ സ്നാപ്ചാറ്റിലൂടെ പ്രചരിപ്പിച്ചതായും കണ്ടെത്തി. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിനോദ്, എന്താണ് ഈ കേസിന്റെ ഒരു പശ്ചാത്തലം? ഈ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഒപ്പം യാത്ര ചെയ്യുന്ന യുവാവാണ് എന്ന് മനസ്സിലാകുന്നു. ഇയാൾക്ക് ഇങ്ങനെ നേരത്തെയും ഇത്തരം പ്രവർത്തികൾ ചെയ്ത് അങ്ങനെയുള്ള ആളാണോ? എന്താണ് പോലീസ് പറയുന്നത്? രഞ്ജിത്ത്, തെലങ്കാന സ്വദേശിയായ 19-കാരൻ രാഹുലാണ് ഈ കേസിലെ പ്രതി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. ട്യൂഷൻ കഴിഞ്ഞ് പെൺകുട്ടി കൂട്ടുകാരോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സ്വകാര്യ ബസ്സിലായിരുന്നു യാത്ര. ഈ സമയം ബസ്സിലുണ്ടായിരുന്ന രാഹുൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയുടെ ദൃശ്യം പകർത്തുകയായിരുന്നു. ചില മോശം ആംഗിളുകളിലുള്ള ദൃശ്യമാണ് പിന്നീട് കണ്ടെത്തിയത്. ഈ പെൺകുട്ടിയുടെ ദൃശ്യം പകർത്തുകയും അത് സ്നാപ്ചാറ്റ് വഴി തെലങ്കാനയിലുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന് ബോധ്യപ്പെട്ട പെൺകുട്ടി അമ്മയെ വിവരമറിയിച്ചു. തുടർന്ന് അമ്മ പരിസരവാസികളായ ആൾക്കാരെ വിവരം അറിയിക്കുകയും പിന്നീട് ഈ ബസ് വരുന്നത് കാത്ത് റോഡിലേക്ക് എത്തുകയുമായിരുന്നു. ബസ് എത്തിയപ്പോൾ ഇവർ ബസ് തടഞ്ഞു നിർത്തി പ്രതിയെ പുറത്തേക്കിറക്കി. നാട്ടുകാർ പോലീസിനെ വിളിച്ചു വരുത്തി. പ്രധാനമായും ഈ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ അത് ഒഴിവാക്കണം എന്നതായിരുന്നു ഇവരുടെ ആവശ്യം. അമ്മ പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇന്ന് ഉച്ചയോടുകൂടി ഈ വീട്ടുകാർ, അമ്മയും ഈ പെൺകുട്ടിയും അടക്കമുള്ള പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തി. കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഈ പ്രതി ചേർത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല, ദൃശ്യങ്ങൾ ഒഴിവാക്കണമെന്ന കാര്യമാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം ആവശ്യമായി ഉന്നയിക്കുന്നത്. ഈ തരത്തിൽ ധാരാളം അന്യസംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ വന്ന് തൊഴിലിന് നിൽക്കുന്ന ഒരിടമാണ് വർക്കല, അയിരൂർ പ്രദേശങ്ങൾ. പോലീസിന്റെ പരിശോധന, രഞ്ജിത്ത്, നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ബന്ധപ്പെട്ട സ്റ്റേഷനിൽ പ്രധാനമായും പ്രിൻസിപ്പൽ എസ് ഐ ഉൾപ്പെടെ വനിതാ എസ് ഐ ഉൾപ്പെടെ 3 എസ് ഐമാരുടെ പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഏതാണ്ട് 9ഓളം തസ്തികകൾ അവിടെ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു നിലയുണ്ട്. ഇത് പല സ്റ്റേഷനുകളിലും ഉള്ള ഒരു പ്രശ്നമാണ്. പോലീസും പറയുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. പലപ്പോഴും പട്രോളിംഗ് നടത്തുക, അല്ലെങ്കിൽ ഈ വർക്കല സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വലിയ തോതിൽ MDMA ഒക്കെ പിടികൂടുന്നത് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്. വർക്കലയിലൊക്കെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ പോലീസിന്റെ സ്ട്രെങ്ത് കൂട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഈ കേസിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്, തെലങ്കാന സ്വദേശിയാണ്, 19-കാരനാണ്. ഈ കഴുത്തറുത്ത് കൊലപ്പെടുത്തി ബാഗിലാക്കി അതിഥി തൊഴിലാളി തന്നെ മറ്റൊരു സുഹൃത്തിനെ കൊലപ്പെടുത്തിയ സംഭവമൊക്കെ അടുത്ത ദിവസങ്ങളിലാണ് കേരളത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ വന്നാൽ അവിടെ പരിശോധനകൾ കൃത്യമായി നടത്തേണ്ടതുണ്ട്. ഈ പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് 9ാം ക്ലാസ്സിലെ കുട്ടിയുടെ ദൃശ്യങ്ങളാണ് പകർത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ബസ് സ്റ്റോപ്പിലും മറ്റിടങ്ങളിലുമൊക്കെ പോലീസിന്റെ കൂടുതൽ സാന്നിധ്യം, ഇത്തരം ആളുകളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം, ഇതെല്ലാം തന്നെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഇത് ബസ്സിനുള്ളിലാണ്, ഒരു പ്രൈവറ്റ് ബസ്സിനുള്ളിലാണ് ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ അസ്വാഭാവികമായി തന്റെ ദൃശ്യങ്ങൾ ആ മൊബൈൽ ഫോണിന്റെ ഒരു ഇരിപ്പ് കണ്ട് അത് തന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായതും പിന്നീട് വീട്ടുകാരെ അറിയിച്ചതും നാട്ടുകാർ ബസ് തടഞ്ഞു നിർത്തി ഈ പ്രതിയെ പുറത്തേക്ക് ഇറക്കുന്നതും അതിനുശേഷം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. എന്തായിരുന്നാലും ആ ദൃശ്യങ്ങൾ ഒഴിവാക്കിയാൽ മതി, മറ്റ് കേസും അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതില്ല, അതിന് വലിയ താല്പര്യമില്ല എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രവൃത്തി ചെയ്ത ഒരാളെ പോലീസ് അങ്ങനെ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നതനുസരിച്ച് വിടാനുള്ള സാഹചര്യമില്ലല്ലോ. ഇയാൾ നേരത്തെയും ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ? ഇയാളുടെ ഫോണിലെ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുക, സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ? ഈ സ്നാപ്ചാറ്റ് വഴിയൊക്കെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സൈബർ കുറ്റമാണ്. അതിലേക്കൊക്കെ ആ തരത്തിലുള്ള അന്വേഷണത്തിലേക്കും നടപടികളിലേക്കും കടക്കാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും പോലീസ് ആ നിലയ്ക്കുള്ള പരിശോധനകൾ നടത്തും. ഇങ്ങനെ ഒരു പ്രതി വരുമ്പോൾ ഇയാളുടെ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ക്രിമിനൽ കേസുകളിൽ പലപ്പോഴും ഈ അന്യസംസ്ഥാനത്തു നിന്നുള്ള ആളുകൾ ഉൾപ്പെടുന്നു എന്നത് വസ്തുതാപരമായ ഒരു കാര്യമാണ്. വലിയ തോതിൽ ആളുകൾ വരുന്നു. ഏതാണ്ട് 15 ലക്ഷത്തോളം ആളുകൾ കേരളത്തിലുണ്ട് എന്ന കണക്കുകളാണ്. ഒരുപക്ഷെ കോട്ടയത്തൊക്കെ
നേരത്തെ വളരെ പെട്ടെന്ന് തന്നെ ഇവർ സംഘടിക്കുകയും റോഡിൽ തെരുവിലിറങ്ങുകയും പോലീസിനെ തന്നെ ആക്രമിക്കുന്ന സാഹചര്യം എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ടായ സംഭവങ്ങളുണ്ട്. ഇവിടെയും ഒരു അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ആളാണ്, 19 വയസ്സുകാരനാണ്. പലപ്പോഴും അവിടെ ഈ ഉയർന്നു വരുന്നൊരു പ്രശ്നം ഇവരിൽ ഈ എത്തുന്ന പലർക്കും ക്രിമിനൽ സ്വഭാവമുണ്ട് എന്നത് തന്നെയാണ്. ഇപ്പോൾ തന്നെ ഒരു പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ അത് വളരെ രഹസ്യമായി പകർത്തുകയും അത് അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് മറ്റിടങ്ങളിൽ. അതിന്റെ താല്പര്യം എന്ത് എന്നതുപോലും പരിശോധിക്കേണ്ടതുണ്ട്. കാരണം മറ്റാളുകൾക്ക് എന്തിന് ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച് പരിശോധനകൾ കർശനമാകേണ്ടതുണ്ട്. കാരണം ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്ന വർക്കല, അയിരൂർ പ്രദേശങ്ങൾ, അവിടെ വലിയ തോതിൽ ക്രിമിനൽ ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട്. കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, തട്ടിക്കൊണ്ട് പോകൽ നടക്കുന്നുണ്ട്, MDMA ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വലിയ വ്യാപനം അവിടെയുണ്ട്. ആ തരത്തിലുള്ള വ്യാപാരം നടക്കുന്നുണ്ട്. ബീച്ചിലും അവിടെ എത്തുന്ന വിദേശികളെയും കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന ആരോപണം മാത്രമല്ല, രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം പരിശോധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് പോലീസിന്റെ സ്ട്രെങ്ത് കൂട്ടണമെന്ന ആവശ്യം പ്രധാനമായും ഉയർന്നു വരുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രിൻസിപ്പൽ SI അടക്കം 3 SIമാരുടെ തന്നെ തസ്തിക ആളില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അവിടെ സ്ട്രെങ്ത് കൂട്ടുക, എണ്ണം കൂട്ടി പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ. 9ാം ക്ലാസ്സുകാരിയുടെ ചിത്രമാണ് പകർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക ഉണ്ടാകും, രക്ഷിതാക്കൾക്കും ആ പ്രദേശത്തുള്ള നാട്ടുകാർക്കുമൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ചെറിയ കുട്ടികളുടെ ചിത്രമാണ് ഈ തരത്തിൽ പകർത്തുന്നത്. ഇതിന് പിന്നിലെ താല്പര്യം എന്ത് എന്ന് പോലും വ്യക്തമായിട്ടില്ല. പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം ഇവർക്ക് മുകളിൽ ഉണ്ടാകണം. പലപ്പോഴും വാടകയ്ക്കൊക്കെ ആളുകൾ വീട് നൽകുമ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൈമാറണം. അല്ലെങ്കിൽ പോലീസിന്റെ കൃത്യമായ റെഗുലറായ പരിശോധന ഇത്തരം വാടക കേന്ദ്രങ്ങളിൽ ഉണ്ടാകണമെന്നൊക്കെ നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ കൃത്യമായി നടക്കുന്നില്ല. അതിന് കാരണം ഈ ആൾക്ഷാമം തന്നെയാണ്. അവിടെയാണ് പോലീസിന്റെ ശേഷി വർദ്ധിപ്പിച്ച് പരിശോധനകൾ കൂട്ടണമെന്ന ആവശ്യം കൂടുതൽ ശക്തമായി ഉയർന്നു വരുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വർക്കല മേഖലയിലാണ് ഇത്തരമൊരു അതിക്രമം ഉണ്ടായത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ചിത്രങ്ങൾ പകർത്തി, വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി സ്നാപ്പ് ഷോട്ടിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തകൾ നിരവധിയുണ്ട്. സ്പോട്ട് ലൈവിൽ ഇടവേളയ്ക്ക് ശേഷം.